ഹലോ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്തായാലും കുറത്തു തങ്ങളെ മക്കബറൊക്കെ പോയിട്ട് വരാൻ അങ്ങനെ പോയി ഞമ്മ പോയിട്ട് കാർ എടുത്തിട്ട് സീതെ പോയി. കുറച്ച് നേരത്തിൽ പോകുമ്പോ എനക്ക് തയ്ച്ച് ഒരു ചായ കുടിക്കാനായിട്ട് കാർ നിപ്പിച്ച അവിടുന്ന് ഒരു ചായ എടുത്തിട്ട് രാത്രി ഒരു ചായ കുടിച്ച നമ്മതില് കുടിച്ചിട്ട് ബതിയൊക്കെ ഞമ്മ കണ്ടിന്യൂ ആക്കി. അങ്ങനെ പോയോ 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 അങ്ങനെ ആ പ്ലേസിന്റെ കുറച്ച് മുന്നേ ഒരു പല്ല് കിട്ടുന്ന ആ പല്ലിന്റെ ഭാഗത്തേക്ക് എത്തിയോ. അവിടുന്ന് പിന്നെ കുറച്ചുള്ളൂ. ഇനിയിപ്പോ ഈ പ്ലേസ് കഴിഞ്ഞെങ്കിൽ ഈ ജംഗ്ഷൻ കഴിഞ്ഞെങ്കിൽ പിന്നെ കൂറത്തു സാദാത്തങ്ങളെ മക്ബറന്റെ പ്ലേസ് തന്നെ ആണ്. അവിടുന്ന് എങ്ങനെ പോയിട്ട് എത്തി. ഇതാണ് കൂറത്തു സാദാത്തങ്ങളെ മക്ബറ. ഇത് ആ നാട്ടിൽ വെച്ചിട്ട് ആ നാട്ടിന്റെ ഒരു ജംഗ്ഷൻ, ഈ മക്ബറ ഉള്ള ജാഗിന്റെ ഒരു ജംഗ്ഷൻ, ഒരു രണ്ട് പീടികയിൽ ഇരിക്കും. മക്ബറ ആയാൽ പിന്നെ ആയ പീടിയായിട്ട് ഇരിക്കണം ഓൾമോസ്റ്റ്. ഇതാണ് ദർഗത്തിന്റെ ഗേറ്റ്, ദർഗന്റെ ഗേറ്റ് ഭാഗം. ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോയി. പിന്നെ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ബതി തന്നെ അവിടെ ഇപ്പളെ വ്യവസ്ഥ ആക്കിനാര്. പെണ്ണുങ്ങൾക്ക് പോകുന്ന സെപ്പറേറ്റ് ബതി എല്ലാം നിസ്കരിക്കുന്നത് ബോർഡ് സമയത്തുണ്ട്. അപ്പൊ നിസ്കരിക്കാനുള്ള വ്യവസ്ഥ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ സീത ദർഗാന്റെ സൈഡിലേക്ക് പോയി. അപ്പൊ അവിടെ വരുന്നവർക്ക് കുറെ ആൾക്ക് അവിടുത്തെ ടൈമിംഗ് അറിയല്ല, ട്രെയിനിൻ്റെതല്ല. അപ്പൊ അവിടെ ബോർഡ് സമയത്ത് എത്തണം. ഇത് ആ ടൈമിങ്ങിന്റെ ബോർഡ്. അവിടുന്ന് ഇത് കുറത്തു സാദാ തങ്ങളെ മക്ബറ. അപ്പൊ നിങ്ങക്ക് ഫാത്തി ഓതുന്നവർക്ക് ഫാത്തി ഓതാൽ ഫാത്തിയ. അപ്പൊ ഫാത്തി ഓതിയിട്ടായിട്ട് ഞാൻ ഇനി വീഡിയോ കണ്ടിന്യൂ ആക്കിയ. ഇത് ദർഗത്തിന്റെ ഉൾഭാഗമായിട്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് സാറിന പിന്നെ ബാക്കി ലൈറ്റിംഗ് അത് ഇത് കുറെ വ്യവസ്ഥ പെൻഡിങ് ഉണ്ട്. ബാക്കി എല്ലാ കല്ലിൻ്റെതും ഈ കോൺക്രീറ്റ് പണി ഓൾമോസ്റ്റ് ചെയ്യുന്നതാണ്. സാറിന് അത് ഇതെല്ലാം പെൻഡിങ് ഉണ്ട്. ബട്ട് ആൾക്കാരಅಂತೂ കണ്ടിന്യൂ ആൾക്കാരുണ്ട്. ഞമ്മ അവിടെ പോയിട്ട് നിന്നാൽ പിന്നെ സാധാരണ ആൾക്കാർ എത്രയോ ദൂരത്തുനിന്ന് വന്നുകൊണ്ടു. ഇതാ പല്ലിന്റെ ചുറ്റുഭാഗം ഒരേ ഡിസൈൻ ആയിട്ടിരിക്കുന്ന റൗണ്ട് 4 ഭാഗത്തേക്ക് ഒരേപോലെ കാണും. ഇത് ഞാൻ ഈ ദർഗത്തിന്റെ ഉള്ളിലേക്ക് പോയ ദർഗത്തിന്റെ ഉള്ളിൽ കുറത്തു സാദാ തങ്ങളെ മക്ബറ അവിടുന്ന് ഞാൻ ആക്കിയ വീഡിയോ. അപ്പൊ അതിന്റെ കുപ്പ അത് ഇതെല്ലാം പണി ആവണത്ര ഇപ്പൊ എല്ലാം കവറിൽ, പ്ലാസ്റ്റിക് കവറിലെല്ലാം അതിനെ കവറാക്കിനാല്. ഇതവിടെ എണ്ണ വെച്ചിന്. ആ എണ്ണ ഓൾമോസ്റ്റ് ആൾക്കാർ തലക്കിട്ടോണ്ട്. പിന്നെ ഞാനും ഇട്ട. പിന്നെ അവിടെ സീറിനായിട്ട് ഉപ്പും ഉണ്ട്. ഉപ്പ് സീറിനായിട്ട് കൊടുക്കുന്നു. അവിടുന്ന് ഞാൻ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് പിന്നെ സീത ആ പല്ലിന്റെ ബാക്ക് സൈഡിലായിട്ട് മീതെ കയറി. അപ്പൊ മീതെ കയറിയിട്ടാകുമ്പോ എനക്ക് കണ്ടെന്ത് വെച്ചില്ലെങ്കിൽ ഞാൻ ഉള്ളാലത്ത് കാണുന്നു നോർമലായിട്ട് എന്തായാലും ഉച്ച ടൈമുക്ക് ഒരു പയിച്ചിട്ട് പോയ ആൾക്കാർക്ക് ഒരു ചോറ് സീറിനിന്റെ കണക്കിൽ കൊടുക്കുന്നു. അതേപോലെ കുറത്തു സാദാ തങ്ങളെ ഈ ജാഗയിലും ഈ മക്ബറുള്ള ജാഗയിലും കൂടെയും ഇപ്പൊ കഞ്ഞി കൊടുക്കുന്നു. എല്ലാ നാളിലും ജണ്ട് 12 ഗಂಟೆന്ന് 2:30 ഇവിടെയും കഞ്ഞി കൊടുക്കുന്നു. എല്ലാ നാളിലൂടെ ഉച്ചക്ക് ഫുഡ് ഇരിക്കുന്നു. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സെപ്പറേറ്റ് തന്നെ വേസ്റ്റ് ആക്കിയിട്ട് കൊടുത്തുനാര്. അപ്പൊ അവിടുന്ന് പിന്നെ ഞാൻ എന്താക്കിയ, അല്ലെങ്കിൽ ഈ ദർഗത്തിന്റെ ഈ ചുറ്റു നിങ്ങക്ക് കാണുമല്ലേ ഒരു സൈഡ് അങ്ങനെ ആയിട്ട് അവിടുന്ന് വീഡിയോ പിടിച്ചിട്ടാകുമ്പോ അവിടെ ഒരാൾ ചെല്ലി ടോട്ടല് 4 എക്കറയിലായിട്ട് ഈ ജാഗ ഉണ്ട്. അപ്പൊ ഈ കുറത്തു സാദാ തങ്ങളെ മക്ബറുള്ള ടോട്ടൽ ഒരു 4 എക്കറ ജാഗ ഉണ്ട് ചൊല്ലി. ഇന്നിങ്ങിപ്പോ നോക്കുവാരി മക്ബറിന്റെ കുബ്ബന്റെ പണി ആയിട്ടില്ല. ബട്ട് അത് പ്ലാസ്റ്റിക് ഇതാക്കിയിട്ട് എല്ലാം കവറാക്കിയിട്ടുണ്ട്. മട്ട് പല്ല് ഭാരി ഷോക്കായിരുന്നു. ഇപ്പളേ പണിയാവാണ്ട് പല്ലിന്റെ ഡിസൈൻ ഭാരി ഷോക്കായിരുന്നു. ഇത് അവിടെ മീതെ സ്കൂളിന്റെ ഗ്രൗണ്ട്. ഇപ്പൊ ഞമ്മ പോയപ്പോ ഗാഡിയെല്ലാം വെക്കോണി ആ ജാഗ ആയിട്ടിരിക്കും ഓൾമോസ്റ്റ് യൂസ് ആക്കുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോ അവിടെ തന്നെ വെച്ചിന്. ഇത് ടോട്ടൽ ലാസ്റ്റ് എൻഡിന്ന് ആ ടോട്ടൽ 4 എക്കറ പ്ലേസ് ഞാൻ വീഡിയോ ആക്കിയത്. അത് ആ സൈഡിൽ വരുന്നതായിട്ടിരിക്കും. അവിടേക്ക് പോകുന്ന ടോട്ടൽ റൂട്ട് ആവല്ലേ. ഇത് ടോട്ടൽ ഒരു സൈഡിൽ റബ്ബർ തോട്ട, ഒരു സൈഡിൽ കൃഷിന്റെ അത് ഇത് അങ്ങനത്തെ ഒരു നല്ല വൈബുള്ള പ്ലേസ് ആണ് ഈ നാട്. തെങ്ങിന്റെ തോട്ടയും അതും ഇതും. ഇത് അവിടുന്ന് ഇപ്പൊ ടോട്ടൽ നിങ്ങക്ക് കാണുന്നല്ലേ ഒരു വൈബ്. പോയിട്ട് എത്തിയിട്ടാകുമ്പോ ഒരു സമാധാനത്തിന്റെ പ്ലേസ്. അപ്പൊ ഈ
ഈ ജാഗ ഫുള്ള് മക്ബറിന്റെ അണ്ടറിലേ വരുന്നു. ഈ മക്ബറിന്റെ അണ്ടറിലായിട്ട് ഈ 4 ഏക്കറയും ഈ മക്ബറിന്റെ അണ്ടറിലായിട്ട് വരുന്നു. ഇതിപ്പോ ഞാൻ ടോപ്പിന്ന് അവിടുത്തെ വീഡിയോ ആക്കിയത്. അപ്പൊ എല്ലാരും ഈ ജാഗക്ക് വന്നിട്ട് എത്രയോ ദൂരത്തുനിന്ന് ഉസ്താദുമാരും വന്നിട്ടും ഇവിടെ സിയാർത്താക്കിട്ട് പോയിക്കൊണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ട് വിസിറ്റ് ആക്കാൻ നോക്കി. നല്ല സമാധാനത്തിന്റെ ഒരു പ്ലേസ്. അവിടുന്ന് സിയാറത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തൊക്കെ വന്നിട്ട് ആ പീടികനെ കുറച്ച് നോക്കുമ്പോൾ എല്ലാ സീറിനിൻ്റെ ഐറ്റമും എല്ലാം ഉണ്ട്. തിന്നാനും ചെറിയ മാതിരിയിൽ എല്ലാ ഐറ്റമും ഉണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ എന്താക്കിയ അല്ലെങ്കിൽ നാടനെ ഇതാണ് അവിടുത്തെ ടോട്ടൽ ജംഗ്ഷൻ വെച്ചല്ലെങ്കിൽ ആ റൂട്ടിന്റെ സൈഡിൽ തന്നെ. ഇത് ഞാൻ അവിടെ ഒരു അവിടെ തന്നെ ഒരു ഹോട്ടലാക്കി. ആ ഹോട്ടലിൽ നിന്നൊക്കെ ലാസ്റ്റ് പോയിട്ട് അവിടെ ഒരു ചായ കുടിച്ച. ആ ചായ കട്ടിയില കുടിച്ചിട്ട് ഞാൻ അവിടുന്ന് പുറത്തായി. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം. ബൈ ബൈ.